പാവറട്ടിക്കാരുടെ ഒരുപാട് ഗൃഹാതുരത ഉണർത്തുന്ന ഒരു സ്ഥലമായിരിക്കും ഇവിടെ. പള്ളി ഉള്ളത് കൊണ്ട് മാത്രമല്ല, ഇവിടെ തന്നെ ഒരു പള്ളി സ്കൂളുണ്ട്. 116 വർഷം പഴക്കം ഉണ്ടായിരുന്ന അത്രയും പാരമ്പര്യമുള്ള ഒരു പള്ളി സ്കൂളായിരുന്നു ഇവിടെ, പാവറട്ടി സെന്റ് ജോസഫ് LP സ്കൂൾ. ആ സ്കൂളിന്റെ പഴയ ബിൽഡിംഗ് ഇവിടെയായിരുന്നു. ഒരു 4 കെട്ട് ബിൽഡിംഗ് ആയിരുന്നു. ഒരുപാട് പേര് ഇവിടെ പഠിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ബിൽഡിംഗ് പൊളിച്ച് റെനോവേറ്റ് ചെയ്ത് പുതിയൊരു ബിൽഡിംഗ് ഇവിടെ പണിതിട്ടുണ്ട്. ഈ ബിൽഡിങ്ങിന്റെ ഇനോഗ്രേഷനും പെട്ടെന്ന് തന്നെ പണി പൂർത്തിയാക്കി പുതിയ സ്കൂളിലേക്ക് കുട്ടികൾ മാറാനായിട്ടിരിക്കുകയാണ്. ഇതാണ് ബാബു മാഷ്, നമ്മുടെ സ്കൂളിന്റെ ഹെഡ് മാഷാണ്. നമ്മുടെ പുതിയ സ്കൂളിന്റെ പണികളൊക്കെ വേഗം കഴിഞ്ഞ് ഇനിയിപ്പോ നമ്മൾ സ്കൂൾ മാറാൻ പോവാണല്ലേ? തുടങ്ങിയിട്ട് 8 മാസം ആകുന്നേ ഉള്ളൂ. നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ഇത്രയും പെട്ടെന്നുള്ള പ്രതീക്ഷയിൽ ഉണ്ടായിരുന്നില്ല. നമ്മൾ അടുത്ത ജൂണോട് കൂടി മാറാം എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ നമ്മുടെ നോയമ്പും വരുന്നതുകൊണ്ട് ഇവിടെ ഹാള് നമുക്ക് തൊഴിഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ പാവറട്ടിക്കാരൻ തന്നെയാണ് ഈ ജോലി ഏറ്റെടുത്തുള്ളത്. വളരെ മനോഹരമായിട്ട് എത്രയും പെട്ടെന്ന് വളരെ മനോഹരമായിട്ട് ഇത് ചെയ്ത് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഒരാഴ്ച കൊണ്ട് ഇനി പൂർത്തിയാകുന്നത്. അപ്പോൾ ഒരു 116 വർഷം പഴക്കമുള്ള സ്കൂളാണ് നമ്മുടെ. അതിന്റെ ആ ഒരു പഴക്കമുള്ള ബിൽഡിംഗ് മാറ്റിയിട്ട് നമ്മൾ റെനോവേറ്റ് ചെയ്ത് പുതിയ ബിൽഡിംഗ് ആക്കുകയാണ്. അപ്പൊ അതിന്റെ വളരെ ഗംഭീരമായിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ്. അത് വളരെ പെട്ടെന്ന് തന്നെ പണി കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ സ്കൂള് നമ്മൾ വീണ്ടും അവിടേക്ക് മാറാനായിട്ട് പോവാണ്. വെഞ്ചിരിപ്പാണ് ഫെബ്രുവരി 25-ാം തീയതി ഫെബ്രുവരി 25-ന് വെഞ്ചിരിപ്പ് വെക്കാമെന്നാണ് പറഞ്ഞുള്ളത്. അതിനുശേഷം നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ക്ലാസ്സുകളൊക്കെ പിന്നെ അവിടെ ആയിരിക്കും. അത് കഴിഞ്ഞ് ജൂണിലാണ് നമ്മൾ ഗ്രാൻഡ് ഒരു ഇനോഗ്രേഷൻ പ്ലാൻ ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഇനോഗ്രേഷൻ, പാവർട്ടി പ്രദേശത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന, വളരെ അവിടെ വെടിക്കെട്ടിനോട് വളരെ പ്രശസ്തിയുള്ള സ്ഥലമല്ലേ പാവർട്ടി. അപ്പോൾ അതുകൊണ്ട് വളരെ മനോഹരമായിട്ട് ഉദ്ഘാടനം നടത്താനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പാവറട്ടി പെരുന്നാളൊക്കെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്ന ആ ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ സ്കൂളും. അപ്പോൾ പാവറട്ടിക്കാർക്കോ അല്ലെങ്കിൽ എല്ലാവർക്കും അറിയായിരിക്കും, 116 വർഷം എന്ന് പറയുമ്പോൾ ഇവിടുന്ന് പഠിച്ചു പോയിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. ഒരുപാട് കുട്ടികളുടെ ഓർമ്മകളൊക്കെ, ചെറുപ്പത്തിലുള്ള ഓർമ്മകളൊക്കെ നിൽക്കുന്ന ഒരു ഏരിയയാണ് നമ്മുടെ സ്കൂൾ എന്ന് പറയുന്നത്. മാഷാണെങ്കിൽ ഇവിടെ ഒരുപാട് വർഷമായിട്ടുണ്ടാവും. 30 വർഷത്തോളം ഇവിടെ. മാഷ് ഈ വർഷം റിട്ടയർ ചെയ്യാണല്ലേ? 1994 ഞാൻ ഇവിടെ വന്നത്. 94. അതിനുശേഷം ഒരു 3 വർഷം വേറെ സ്കൂളിലെ HM ആയിട്ട് ട്രാൻസ്ഫറായി ഇവിടെ നിന്ന് മാറിപ്പോയി. അതിനുശേഷം വീണ്ടും ഇങ്ങോട്ട് HM ആയിട്ട് തന്നെ വന്നു. ഏറ്റവും LPS ആയിട്ട് വന്നു. പിന്നെ 3 കൊല്ലത്തോളം ഹൈസ്കൂളിൽ പോയി. അതിനുശേഷം കൂടുതലും 25-26 വർഷത്തോളം ഈ സ്കൂളിൽ തന്നെയാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. ഇവിടെ തന്നെയാണ് റിട്ടയർ ചെയ്തത്. പാവർട്ടിയിൽ തന്നെയാണ് എൻ്റെ വീട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെയധികം എൻ്റെ മനസ്സിൽ ഇവിടെ വരുമ്പോൾ തൊട്ടടുത്തുള്ള സ്കൂളുകൂടി വളരെ നല്ല സ്കൂളുകളായിരുന്നു 3-4 വർഷത്തിന് ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇതേമാതിരി ഒരു സ്കൂള് എനിക്ക് ഈ പടി ഇറങ്ങുന്നതിന് മുമ്പ് കാണാൻ പറ്റുമോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ അത് ആ ആഗ്രഹം സാക്ഷാത്കരിച്ചിട്ടാണ് എനിക്ക് പടി ഇറങ്ങാൻ സാധിക്കുന്നത്. പുതിയ സ്കൂളിൽ നിന്നാണ് നമ്മൾ റിട്ടയർമെന്റ് ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമ്മൾ പുതിയ ബിൽഡിങ്ങിലാണ് അല്ലേ? അപ്പം മാഷിനെ സംബന്ധിച്ചും ഈ ഒരു വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ റിട്ടയർ ചെയ്യുന്ന ഒരു വർഷമാണ്. പിന്നെ അതിനൊപ്പം തന്നെ സ്കൂളിന്റെ പുതിയൊരു ബിൽഡിംഗ്. പഴയ സ്കൂളിൽ 10-25 വർഷം നിൽക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ അവസാന ഘട്ടത്തിൽ ഒരു മാസമെങ്കിലും ആ പുതിയ സ്കൂളിൽ HM ആയി അവിടെ നിന്ന് റിട്ടയർ ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. മാഷ്ക്ക് എന്തായാലും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. റിട്ടയർമെന്റ് ലൈഫും ഗംഭീരമാവട്ടെ. പിന്നെ നമ്മുടെ സ്കൂളിന്റെ ഇനോഗ്രേഷൻ, അതിന്റെ പരിപാടികളൊക്കെ മാഷുള്ളപ്പോഴാണ് അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് വന്നത്. ഇതുവരെ ഒരുപാട് കാര്യങ്ങൾ നടന്നു. ഇനി അതിന്റെ ആ ഒരു ലാസ്റ്റ് മിനിറ്റ്, ആ ഒരു ടൈമിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ലാസ്റ്റ് ഒരു ഫേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എല്ലാം ഗംഭീരമാവട്ടെ. താങ്ക് യു.